നമസ്കാരം. നമ്മളൊരു ഡയലോഗ് കേൾക്കാറുണ്ടല്ലോ, ആണ്ടി നല്ല അടിക്കാരനാണെന്നുള്ളത്. ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ആണ്ടി തന്നെയാണ് പറഞ്ഞതെന്ന് പറയും. അതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥയും നമ്മൾ പറയാറുണ്ട്. അതും നമ്മൾ തന്നെ. ഈ ലോകത്ത് എന്ത് നടന്നാലും അതെല്ലാം നമ്മൾ തന്നെ എന്ന് പറഞ്ഞു കിടക്കണ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ. ഇതൊക്കെ തമാശയ്ക്കാണ് നമ്മൾ കേൾക്കുന്നെങ്കിലും നമ്മുടെ ചരിത്രത്തിൽ അത്തരത്തിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. കാരണം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കേണ്ട ചിലർ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആണ്ടി വലിയ അടിക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് എന്തു പറയുക, ആ നിലയിൽ അറിയപ്പെടേണ്ട ഒരു സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ പറഞ്ഞത് വീർ സവർക്കറിനെ കുറിച്ചാണ്. വീർ സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുമില്ല. വീർ സവർക്കറിനെ കുറിച്ച് മോശമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇന്ന് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ പറയുമ്പോൾ മോശമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ചില വസ്തുതകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് കാരണം ഇന്നൊരു ചിത്രം കണ്ടു, ഒരു പോസ്റ്റർ കണ്ടു. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീർ സവർക്കറിൻ്റെ ഒരു വലിയ തലയും ആ പോസ്റ്ററിൻ്റെ ഒരു സൈഡിന് ഇടത്തെ മൂലയിൽ ഒരു ചെറിയൊരു ഗാന്ധി തലയും കണ്ടപ്പോൾ ആധുനിക ഇന്ത്യയിലെ നമ്മളെ രാജ്യസ്നേഹികൾക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് എവിടെ നിൽക്കുകയാണ്, അവരുടെ ചിന്ത എവിടെ നിൽക്കുകയാണ്, അവരെങ്ങനെയാണ് ചരിത്രം ഉണ്ടാക്കുന്നത് എന്ന് അറിയാതെ ഒന്ന് ഓർത്തുപോയി. വീർ സവർക്കർ ചെരുപ്പ് നക്കിയാണ്, ഷൂ നക്കിയാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാർ, നമുക്കറിയാമല്ലോ, അവർ തടവിൽ അവർ അടിമകളെ പോലെയാണോ നമ്മുടെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടിരുന്നത്. എൻ്റെ വീടിനടുത്താണ് തിരൂര്. അവിടെ നിന്ന് വാഗണിൽ കുത്തി നിറച്ചാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊണ്ടുപോയത്. ചെന്നപ്പോൾ മിക്കവാറും ഒരു 4-5 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ തീർന്നു പോയി. കാര്യം അത്രത്തോളം ശ്വാസം മുട്ടി മരിക്കുന്ന, പരസ്പരം നിൽക്കാൻ പോലും ഒന്ന് മര്യാദയ്ക്ക് തലയുയർത്തി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വാഗണിൽ കുത്തി ഉറച്ച് വാഗൺ ട്രാജഡി അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാര്യം അത്രത്തോളം അടിമകളാക്കി, അല്ലെങ്കിൽ മനുഷ്യരായി പോലും കാണാത്ത ആ മൃഗങ്ങൾ അവരെന്തും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുള്ളിലേക്ക് ഇറങ്ങാൻ, അതിൻ്റെ ഉള്ളിൽ കിടക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായിട്ടൊരു അപേക്ഷ, നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു കുഴപ്പമില്ല അപേക്ഷ എന്ന് പറയുന്നത്. അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് മതിയായ യോഗ്യത ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ജോലി തരികയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവരെ അറിയിക്കുകയാണ്, ഈ സ്ഥാനത്തിന് ഞാൻ അർഹനാണ്, പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അപേക്ഷ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപേക്ഷ എന്നുള്ള പ്രയോഗം തന്നെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ നിന്ന് പുറത്ത് വിടണം എന്നുണ്ടെങ്കിൽ, പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുക്കാൻ ഒരു സാഹചര്യം പരീക്ഷ ഉണ്ടാവും. അത് വീർ സവർക്കർ മാത്രമായിരിക്കില്ല, അന്ന് പുറത്തിറങ്ങി പോയിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സവർക്കറിൻ്റെ പരിപാടിക്കാണ് വെച്ച് കെട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സവർക്കർ ഞാനൊരു വലിയൊരു അടിക്കാരനായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്ന് പുതിയ ചരിത്രത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആളുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള പല നായക പരിവേഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചിരിയും കൗതുകവും ഒക്കെ ഒരുപോലെ ഉണർത്തുന്ന ഒരു രേഖയാണ് ഈ സവർക്കറിൻ്റേത്. വിനായക് ദാമോദർ സവർക്കർ സ്വയം മഹത്വവൽക്കരിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ടുള്ള സ്വന്തം ജീവചരിത്രത്തിൻ്റെ കഥ, അതായത് ആണ്ടി നല്ല അടിക്കാരനാണ് എന്ന കഥ, അത് സ്വന്തം പേരിലല്ല, മറ്റൊരു പേരിൽ മറ്റൊരാൾ എഴുതുന്നത് പോലെ ഈ ആണ്ടിയെക്കുറിച്ച് പൊക്കി ഒരെണ്ണം അങ്ങോട്ട് എഴുതി സ്വന്തം മഹത്വം ലോകത്തെ ബോധ്യപ്പെടുത്താൻ മറ്റാരും വന്നില്ലെങ്കിൽ സ്വയം തന്നെ അതങ്ങ് എഴുതി പിടിപ്പിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള വിചിത്രമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു അധ്യായത്തിൻ്റെ കഥ. 1926 ഈ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത്. എഴുതിയ ആളുടെ പേര് പുസ്തകത്തിൽ കൊടുത്തിരുന്നത് ചിത്രഗുപ്ത എന്നാണ്. ഈ പുസ്തകം തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ കാണുന്നത് പുസ്തകത്തിൻ്റെ ഉള്ളിൽ സവർക്കറെ കുറിച്ചുള്ള അടങ്ങാത്ത പുകഴ്ത്തലുകളാണ്. വാദോരാതെ കൊണ്ട് പുകഴ്ത്തുകയാണ്. സവർക്കർ ആനയാണ്, ചേനയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് വലിയ എഴുത്താണ്. സവർക്കർ അതിബുദ്ധിമാനാണ്, സമാനതകളില്ലാത്ത ധൈര്യശാലിയാണ്, പ്രസൻസ് ഓഫ് മൈൻഡുള്ള ആളാണ്, ആർക്ക് മുന്നിലും തലകുനിക്കാത്ത വീരനാണ്, ആയിരങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് ആവേശം കൊള്ളിക്കുന്ന മഹാ അത്ഭുതമാണ് എന്നൊക്കെയാണ് ഇതിലങ്ങോട്ട് അടിച്ചു വിട്ടിരിക്കുന്നത്. ഒരു മൂന്നാമത് ഒരാൾ വന്ന് സവർക്കറെ ദൈവതുല്യനായി കണ്ട് എഴുതിയതുപോലെ, അതായത് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു പേര് തന്നെ അവിടെയാണ് കൊടുക്കുന്നത്. അതിനുമുമ്പ് സവർക്കറാണ്. അപ്പോൾ ഈ വീർ സവർക്കർ എന്നൊരു പേര് ചേർത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീര ഇതിഹാസങ്ങളെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ, രാഷ്ട്രബോധത്തെ, പൗരബോധത്തേക്ക് പൊക്കി അങ്ങോട്ട് അടിച്ചേക്കാണ്. ആ പുസ്തകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. എന്നാൽ ഈ സ്വയം പൊക്കിപ്പറച്ചിലിൻ്റെ യഥാർത്ഥ ഗുട്ടേൺസ് പുറത്തു വരുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. സവർക്കർ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1987 ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് വീർ സവർക്കർ പ്രകാശൻ തന്നെ വീണ്ടും അച്ചടിച്ചിറക്കി. ആ പതിപ്പിൻ്റെ ആമുഖത്തിൽ ചരിത്രകാരനായിട്ടുള്ള രവീന്ദ്രവാമൻ രാംദാസ് ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചു. 1926
ചിത്രഗുപ്ത എന്ന പേരിൽ ആ പുസ്തകം എഴുതി ഉണ്ടാക്കിയത് മറ്റാരുമല്ല സവർക്കർ തന്നെയാണ് എന്നതായിരുന്നു ആ സത്യം. ഒന്ന് ആലോചിച്ച് നോക്കും. അത് സവർക്കർ ആണ് ആ പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് സൂചിപ്പിച്ചതോടുകൂടി ആ പുസ്തകം എങ്ങനെയാണ് എഴുതിയത് എന്നായില്ലേ. ആ പുസ്തകം രണ്ടാമത് പ്രസിദ്ധീകരിക്കണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നാൽ ആ കഥ അങ്ങനെ വിശ്വസിക്കാമായിരുന്നു. അതായത് സ്വന്തം പേര് ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു തൂലികാനാമത്തിൽ വന്ന് ഒരു പുസ്തകം എഴുതുക, അതിൽ സ്വയം തന്നെ താൻ വീരനാണ് എന്നും മഹാബുദ്ധിമാനാണ് എന്നും അങ്ങേയറ്റം പുകഴ്ത്തി തള്ളുക, ആണ്ടി നല്ല അടിക്കാരനാണ് എന്ന് സമർത്ഥിക്കുക, എന്നിട്ടത് മറ്റാരോ തന്നെക്കുറിച്ച് എഴുതിയ ഒരു മഹത് ഗ്രന്ഥമാണ് എന്ന മട്ടിൽ വിപണിയിലങ്ങോട്ട് ഇറക്കുക, സ്വന്തം കൊട്ടിഘോഷിക്കലുകൾ സ്വയം തന്നെ രചിച്ച് ചരിത്രമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ചരിത്രത്തിൽ തന്നെ സ്വയം വീരപരിവേഷം നിർമ്മിച്ചെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളൊന്നായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീർ സവർക്കർ അവഹേളിക്കപ്പെടുന്നത്. ഞാനതാ പറയുന്നത്, യഥാർത്ഥ ചരിത്രത്തിലുള്ള ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിലും അവരൊന്നും അവഹേളിക്കപ്പെടുന്നില്ല. ഈ വീർ സവർക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമനാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാരണത്താൽ ജയിലിൽ കിടന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ആളാണ്. ലക്ഷക്കണക്കിന് ഭാരതീയർ അവരുടെ ജീവിതം കൊടുത്ത്, അവരുടെ ചോര കൊടുത്ത് നേടിയതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നതിൽ മൂന്നാമത്തെ ആളാണ് ഈ സവർക്കർ എന്ന് പറയുന്നത്. ചില്ലറ സ്ഥാനമൊന്നുമല്ല. അങ്ങനെ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഈ സവർക്കർ എങ്ങനെ ഇത്ര അവഹേളിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതായത് സ്വയം പൊക്കലുകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ സവർക്കറിനെ ഒന്നാം സ്ഥാനത്തേക്ക് എടുത്തു വെക്കാൻ നോക്കുന്ന ചില കഥകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊന്നും ശരിയല്ല. കൃത്രിമമായിട്ട് കഥകൾ ഉണ്ടാക്കിയതില്ല ചരിത്രം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആരെങ്കിലും തമസ്കരിച്ചുകൊണ്ടല്ല പുതിയ ചരിത്രം ഉണ്ടാക്കേണ്ടത്. മഹാത്മാഗാന്ധിയെ തന്നെ മൂലക്കിരുത്തിയിട്ട് സവർക്കറിനെ എടുത്ത് മുന്നിൽ വെച്ചതോടെ നാളെ നമുക്ക് ഒരു ചരിത്രം കൂടി വായിക്കാമെന്ന് ഉറപ്പിച്ചു. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് സവർക്കറാണ് എന്ന് അന്നത്തെ തലമുറ പഠിക്കും. അതിൽ മഹാത്മാഗാന്ധി എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പഠിക്കുമോ എന്നറിയില്ല. അതന്ന് നമ്മൾ ജീവിച്ചിരിക്കാൻ ഒരുപക്ഷെ സാധ്യതയില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു പഠനം ഉണ്ടാവും എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ വന്നിട്ടുള്ള പോസ്റ്ററും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ ചർച്ചയുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.